3 മണ്ഡലം, നമ്മുടെ ഏറനാട്, വണ്ടൂർ, നിലമ്പൂർ മണ്ഡലം ഒത്തുചേർന്നുകൊണ്ട് ഈ എടവണ്ണയിൽ നമ്മുടെ യൂണിറ്റിൻ്റെ ഒരു സംഗമമായി നമ്മൾ ഇവിടെ നടത്തപ്പെടുകയാണ്. നമുക്കറിയാം നമ്മുടെ യൂണിറ്റ് തലം എത്രത്തോളം ഫലപ്രദമാണ് എന്നും ആ യൂണിറ്റിൽ നമ്മൾ മെമ്പർഷിപ്പിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കുമ്പോഴും അവിടുത്തെ കമ്മിറ്റിയും ഭാരവാഹികളും എത്രത്തോളം ഉണ്ട് എന്നും ഒക്കെ നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷെ സംസ്ഥാന കമ്മിറ്റി തീരുമാനം ഏറ്റെടുത്തിട്ടുള്ളത് നമ്മുടെ അടിത്തട്ടിൽ നിന്ന് നമ്മുടെ സംഘടനയുടെ വേര് ഫലപുഷ്ടിയുള്ളതാക്കിക്കൊണ്ട് നമ്മുടെ സംഘടനയുടെ വലിപ്പം അഷ്റഫ് സാഹിബ്, ജില്ലാ ജനറൽ സെക്രട്ടറി മജീദ് സാഹിബ്, മറ്റ് വേദിയിലിരിക്കുന്ന കുഞ്ഞാക്ക, മറ്റ് നമ്മുടെ സംസ്ഥാന ദേശീയ നേതാവ്, സംസ്ഥാന പ്രസിഡന്റും സെക്രട്ടറിയും യൂണിറ്റിലെ നമ്മളെ ഏറ്റവും നിർണായകമായ ഘടകം ആ യൂണിറ്റാണ്. അവിടെയാണ് നമ്മളെ വളർച്ചയും അതേപോലെ തന്നെ നമ്മളെ തളർച്ചയും നമ്മളെ ഉയർച്ചയും അംഗസംഖ്യയുടെ വലിപ്പമൊക്കെ മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ആ യൂണിറ്റ്, അതായത് നമ്മളെ നെടുന്തൂണുകൾ, നമ്മളെ ഫൗണ്ടേഷൻ കൃത്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അതിൻ്റെ വിശദീകരണമൊക്കെ അവിടെയാണ്. അങ്ങനെ ഒരു ലക്ഷ്യം വെച്ചിട്ടാണ് ഈ പരിപാടി എടുക്കുന്നത്. ഈ വേദിയിൽ നോക്കിയാൽ തന്നെ അറിയാം ഇതൊരു വ്യത്യസ്തമാണ്. പ്രിയമുള്ളവരെ, എടവണ്ണ ഓഡിറ്റോറിയത്തിൽ നടന്ന ഒരു യൂണിറ്റ് റൈഡ് പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വിവിധ നേതാക്കൾ പങ്കെടുത്തിട്ടുണ്ട്. ഈ ഇളവ് എന്ന് പറയുന്നത് ഇങ്ങനെ വേദിയിൽ ഇത്രയും കസാല പോലും ഇടാൻ പാടില്ല എന്ന് അതിനകത്ത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്നത് സംസ്ഥാന കമ്മിറ്റിക്കാണ് കാണാനും പറയാനും കേൾക്കാനും ഉള്ളത്. അപ്പോൾ നമ്മളൊക്കെ അതിൻ്റെ അടിയിലാണ്, ഞാൻ ഉൾപ്പെടെ മജീദാക്ക് ഉൾപ്പെടെ അതിൻ്റെ ഒക്കെ അടിയിലാണ്. സംസ്ഥാന ഭാരവാഹികൾ 4 പ്രഗത്ഭർ ഈ യോഗത്തിനകത്ത് സംസ്ഥാന പ്രസിഡന്റിന്റെ കൂടെ പങ്കെടുക്കുന്നുണ്ട്, സെക്രട്ടറിന്റെ കൂടെ. ഇവിടെ ഞങ്ങൾ ജില്ലാ ഭാരവാഹികളും അതേപോലെ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, കണ്ടാൽ അറിയണോലാണ്. ആ നിലക്ക് തന്നെ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് വളരെ ലിമിറ്റ് ചെയ്ത ആളുകളാണ്. സംസ്ഥാന നേതാക്കൾ, ജില്ലാ നേതാക്കൾ, മണ്ഡലം നേതാക്കൾ, പഞ്ചായത്ത് നേതാക്കൾ, യൂണിറ്റ് മുതലുള്ള എല്ലാ നേതാക്കളും പങ്കെടുത്ത ഒരു പരിപാടിയാണ് ഈ 3 നിയോജക മണ്ഡലത്തിലെ പ്രസിഡന്റ് പ്രിയപ്പെട്ട ഈ നിയോജക മണ്ഡലത്തിന്റെ ഏറനാടിന്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട മുജീബ്, അതേപോലെ തന്നെ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട ബഷീർ, അതുപോലെ തന്നെ നിലമ്പൂരിന്റെ പ്രിയങ്കരനായ പ്രസിഡന്റ്, പിന്നെ സെക്രട്ടേറിയറ്റ് മെമ്പർ, ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ കൂടിയായ ഉബൈദും, അതുപോലെ ഉസ്മാനും, വണ്ടൂരിൻ്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ് CT കുഞ്ഞാക്കുട്ടി, സംസ്ഥാന ഭാരവാഹി എന്ന നിലക്ക്, ഒരു ഫെഡറേഷന്റെ ഭാരവാഹി എന്ന നിലക്ക് മാത്രം ഇളവ് കിട്ടിയിട്ട് ഈ വേദിയിൽ ഇരിക്കുന്ന പിന്നെ റൌഫ് ഉൾപ്പെടെ എല്ലാ ആളുകളും താഴത്താണ്. ബാഗൊക്കെ ഇനി കസാല ഇടാൻ പാടില്ല എന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ ഞാനും ഇരിക്കൂല പോലും ഇതിലെ ഒരു ഓഡിയൻസായി, ഒരു സാധാരണ പ്രവർത്തകനായി ഇത് കേൾക്കാനും കാണാനും ഇഞ്ഞെപ്പോലെ ഇരിക്കുക എന്നതിലപ്പുറം വേറൊന്നുമില്ല. അങ്ങനെ വ്യത്യസ്തമായ ഒരു ചടങ്ങിൻ്റെ, ഒരു രൂപത്തിൻ്റെ, അല്ലെങ്കിൽ ഒരു പ്രത്യേക പരിപാടിയുടെ തുടക്കമാണ് ഇവിടെ പിന്നെ നടക്കുന്നത്. ഇവിടെ പ്രസിഡന്റിനോട് ഒരു കാര്യം സൂചിപ്പിച്ചാൽ നിർത്തും. ഒന്ന്, ഇതിനകത്ത് വരാവുന്ന ഒരു കാര്യം, നമ്മളെ നിയോജക മണ്ഡലത്തിലെ ഈ 3 മണ്ഡലത്തിലെ യൂണിറ്റുകൾ ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട്. ഈ യൂണിറ്റുകളിൽ ഒരിക്കലും ഒഴിച്ചുവിടാൻ പറ്റാത്ത പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ, മരണമോ ആസ്പത്രി കേസോ ഒരിക്കലും മാറാൻ പറ്റാത്തൊരവസ്ഥ വരുന്ന സമയത്ത് അവരൊഴികെ ബാക്കിയൊക്കെ ഇതിനകത്തുണ്ട്. എന്നാൽ ഒരു ചെറിയ വിഭാഗം ഞങ്ങളവിടെ തീരുമാനിക്കും. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ സംസ്ഥാന നേതൃത്വം, ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് റഹ്മത്തുള്ള സാഹിബ് നിങ്ങളോട് അഭിസംബോധന ചെയ്യുന്നു. ഏറ്റവും അടിത്തട്ടിലുള്ള എന്നാൽ ഏറ്റവും സുപ്രധാനമായ നേതൃത്വത്തെ നേരിട്ട് കാണാൻ ഇറങ്ങി പുറപ്പെടുന്നത് ഇതാദ്യമായിട്ടാണ്. അതിനെ ഇനിയും വിപുലീകരിച്ച് ഇവിടെ വെച്ചല്ലാതെ നേരിട്ട് യൂണിറ്റുകൾ പോയി യൂണിറ്റുകളുടെ ഭാരവാഹികളെ കാണണം എന്നാണ് ഇനി നമുക്ക് തീരുമാനിക്കാനുള്ളത്. യൂണിറ്റ് റൈഡ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അത് റൈഡാണ്. റൈഡ് എന്ന് വെച്ചാൽ സഞ്ചാരം, യാത്ര എന്നൊക്കെ അതിനർത്ഥമുള്ളൂ. പലരും ഇത് യൂണിറ്റ് റൈഡാണ് എന്ന് പറഞ്ഞിട്ട് ആകെ മിനിറ്റ്സും
അതുപോലെ തന്നെ രേഖയെല്ലാം കൂടി തപ്പിപ്പിടിച്ച് ഒക്കെ വരുന്ന സുഹൃത്തുക്കളും കൂട്ടത്തിലുണ്ട്. ഞങ്ങളങ്ങനെ ഒരു വലിയ പരിശോധനയ്ക്ക് വന്നതല്ല. വെറുതെ നിങ്ങളുടെ കൂടെ അല്പം നേരം ഇരുന്ന് ചായയൊക്കെ കുടിച്ച് നമ്മൾ പരസ്പരമുള്ള ഒരു കുശലാന്വേഷണം പോലെ ഒന്ന് കണ്ട് പിരിയണം. നമ്മളൊക്കെ തമ്മിലുള്ള സൗഹൃദം പുതുക്കണം. പലരും ചിലപ്പോൾ സംസ്ഥാന നേതാക്കന്മാരെ നേരിട്ട് കണ്ടിട്ടുണ്ടാവില്ല. സംസ്ഥാന നേതാക്കന്മാർ പല യൂണിറ്റിലെയും നേതാക്കന്മാരെയും കണ്ടിട്ടുണ്ടാവില്ല. ആ ഒരു കാണലോടുകൂടി കൂടുതൽ ഊർജ്ജസ്വലമായി നമ്മുടെ സംസ്ഥാനത്തെ, നമ്മുടെ സംഘടനാ പ്രവർത്തനത്തെ മുന്നോട്ട് നീക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇവിടെ പ്രസംഗങ്ങൾ അധികം വേണ്ട എന്ന് തീരുമാനിച്ച ഞങ്ങൾ തന്നെ ദീർഘമായി പ്രസംഗിച്ചാൽ നിങ്ങൾക്ക് പറയാനുള്ള കേൾക്കാനുള്ള സമയം കുറവാണ്. സംസ്ഥാനത്ത് നമ്മുടെ സംഘടന നിങ്ങളെല്ലാവരും അംഗീകരിക്കുന്നത് പോലെ, അറിയുന്നത് പോലെ ഒരു വളർച്ചയുടെ ഘട്ടത്തിലാണ്. ഞാൻ ആമുഖമായി സൂചിപ്പിച്ചതുപോലെ 2000-ൽ പരം യൂണിറ്റുകളുള്ള ഒരു സംഘടനയായി കേരളത്തിൽ STU മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് 36ഓളം മേഖലകളിൽ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമായി നമ്മളിപ്പോൾ മാറി. എല്ലാ ജില്ലയിലും നമുക്ക് കമ്മിറ്റികളുണ്ട്. നമ്മൾ തുടങ്ങുന്നത് നിങ്ങൾ ഓർക്കുന്നത് പോലെ 1957-ലാണ്. അപ്പോൾ 67 കൊല്ലം കഴിഞ്ഞു. 67 വയസ്സ് പ്രായമായ ഒരു തൊഴിലാളി പ്രസ്ഥാനം. ആ തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ ചരിത്രമെന്ന് പറയുന്നത് സംഭവബഹുലമാണ്. 67 കൊല്ലം മുമ്പ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അടിസ്ഥാനത്തിലാണ് ഇത്തരം മുഴുവൻ സംസ്ഥാന തലങ്ങൾ, മുഴുവൻ മണ്ഡലങ്ങളിലും ഇത്തരം യൂണിറ്റ് റെയ്ഡ് നടപ്പിലാക്കുന്നത്. അതിന്റെ ഭാഗമായി ഒരുപാട് മണ്ഡലങ്ങൾ നടന്നു കഴിഞ്ഞു. വളരെ നല്ല രീതിയിൽ, സുതാര്യമായ രീതിയിൽ ഇതിന്റെ യൂണിറ്റ് കമ്മിറ്റി പരിശോധിക്കുകയും അതിനുള്ള അപാകതകൾ പരിഹരിച്ചുകൊണ്ട് വളരെ നല്ല സമയം ഒഴിവാക്കി അല്ലെങ്കിൽ അത് നഷ്ടപ്പെടുത്തുന്ന ഇതില് കിട്ടൂല. വീഡിയോ അല്ലേ? അത് വീഡിയോ ആണേ. വീഡിയോ ആണോ? അങ്ങനെ അത് കിട്ടൂല. നേരായിക്കണോ കേട്ടോ. മുമ്പായി നിങ്ങൾക്ക് പറയാനുള്ള ഒരു അവസരം വേണ്ടി ഒരു കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നമ്മുടെ ക്ഷേമനിധിയിൽ ഒരുപാട് ആളുകൾ ഇവിടെ ചേർക്കുന്നുണ്ട്, കൊണ്ടു നടക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. നമുക്ക് ഒരുപാട് ആളുകളെ ഇനിയും ക്ഷേമനിധിയിൽ ചേർക്കാനുണ്ട്. ക്ഷേമനിധിയിൽ ചേർക്കാൻ പുതിയ ക്ഷേമനിധികൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ക്ഷേമ പദ്ധതിയിൽ ചേർക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നത് സംബന്ധിച്ച് പല ആളുകൾക്കും, പല നേതാക്കന്മാർക്കും വലിയൊരു തിട്ടൊന്നുമില്ല. എന്നാൽ ഇതിങ്ങനെ കൊണ്ടു നടക്കുന്ന ആളുകൾക്ക് ഇത് വൈകാട്ടമാണ്. അപ്പൊ എല്ലാവർക്കും ഇതുമായി ബന്ധപ്പെട്ട് തൊഴിലാളികൾക്കും യൂണിറ്റ് ഭാരവാഹികൾക്കും ഒക്കെ സംസ്ഥാനത്ത് എത്ര ക്ഷേമനിധികളുണ്ട്, ആ എന്തൊക്കെയാണ് ആനുകൂല്യങ്ങൾ, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ രേഖകളാണ് ക്ഷേമനിധിയിൽ ചേർക്കാൻ വേണ്ടത്, ആനുകൂല്യങ്ങൾ എന്തൊക്കെ, എല്ലാ വിവരങ്ങളും ഒരു പുസ്തകത്തിലേക്ക് നമ്മൾ മാറ്റും. അങ്ങനെ ഒരു കൈപ്പുസ്തകം നമ്മൾ പ്രസിദ്ധീകരിച്ചു. സംസ്ഥാന കമ്മിറ്റി ഒരു കൈപ്പുസ്തകം നമ്മുടെ മലപ്പുറം ജില്ലയിൽ കുറെ ബാങ്കുകൾ, നമ്മുടെ നേതാക്കന്മാർ, നമ്മുടെ കുഞ്ഞാക്ക ഉൾപ്പെടെയുള്ള, മജീദ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ എല്ലാവരും അവരൊക്കെ ബാങ്കുകളുമായി ബന്ധപ്പെട്ട് കുറെ പരസ്യം നമ്മൾ ജില്ലാ കമ്മിറ്റികളോട് നമ്മൾ ഈ വിവരം ചോദിച്ചിരുന്നു. നിങ്ങളുടെ ജില്ലയിൽ എത്ര യൂണിറ്റുകളുണ്ട്, അതിൽ എത്ര സജീവമായതുണ്ട്, എത്ര നിർജീവമായതുണ്ട് എന്ന് ക്ലാസ് തിരിച്ചാണ് ചോദിച്ചത്. ഏറ്റവും സജീവമായത് A ക്ലാസ്, അടുത്തത് B ക്ലാസ്, C ക്ലാസ്, D ക്ലാസ്, 4 ക്ലാസ്സുകളിലായിട്ട് ചോദിച്ചു. ജില്ലാ കമ്മിറ്റി ഒരു മറുപടി നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷെ അത് യാഥാർത്ഥ്യവുമായി യാതൊരു വിധത്തിലും പൊരുത്തപ്പെടുന്നില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടും, അതേപോലെ തന്നെ തൊഴിലാളികളുമായി ഏറ്റവും അടുത്തിടപഴകുന്നവർ യൂണിറ്റ് ഭാരവാഹികളാണ്. തൊഴിലാളികളുടെ യഥാർത്ഥത്തിലുള്ള പ്രശ്നങ്ങൾ
മനസ്സിലാക്കിയവർ യൂണിറ്റ് ഭാരവാഹികളാണ്. തൊഴിലാളികളുടെ പ്രശ്നങ്ങളും വേദനകളും ഒക്കെ അറിയുന്ന, സങ്കടങ്ങളും ഒക്കെ അറിയുന്ന ആളുകൾ യൂണിറ്റ് ഭാരവാഹികളാണ്. ഈ മെമ്പർഷിപ്പ് പിരിക്കുന്നവരും യൂണിറ്റ് ഭാരവാഹികളാണ് എന്നുള്ളത് കൊണ്ട് യൂണിറ്റ് ഭാരവാഹികളുമായി സംസ്ഥാന നേതൃത്വത്തിന് ഒന്ന് കാണാനും സംസാരിക്കാനുമുള്ള ഒരു അവസരം വേണം എന്ന് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ യൂണിറ്റ് റൈഡ് സംഘടിപ്പിച്ചത്. എനിക്ക് തോന്നുന്നില്ല 91 യൂണിറ്റുകളിൽ നിന്നും ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എത്തിയാലും ഇല്ലെങ്കിലും ഈ വന്ന യൂണിറ്റുകളിലെ എല്ലാവർക്കും പറയാനുള്ളത് കേട്ട് കഴിഞ്ഞതിന് ശേഷമേ, എല്ലാവരും ഇവിടുന്ന് പിരിഞ്ഞു പോയതിന് ശേഷമേ സ്വതന്ത്ര തൊഴിലാളി യൂണിയന്റെ സംസ്ഥാന പ്രസിഡന്റ് ഈ വേദിയിൽ നിന്ന് നീക്കുകയും, അതായത് വന്നവരെ എല്ലാവരെയും, ക്ഷണിച്ചവരെ എല്ലാവരെയും കേട്ടിട്ടേ മടങ്ങുകയുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തൊഴിലാളികളുടെ സങ്കടങ്ങളും പ്രശ്നങ്ങളും അറിയാവുന്നവരിൽ നിന്ന് വിവരങ്ങൾ അറിയണം. അതോടൊപ്പം നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ യൂണിറ്റ് കമ്മിറ്റികൾ യോഗങ്ങൾ ചേരാറുണ്ട്. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് പ്രിയമുള്ളവരെ. വിവരം കൂടി നമുക്കറിയണം. അതിനാണ് മിനിറ്റ്സ് പരിശോധിക്കുന്നത്, രജിസ്റ്റർ ചെയ്യുന്നത്. ഓരോ ഫോറത്തിലും, രജിസ്ട്രേഷൻ ഫോറത്തിലും വിവരങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. എല്ലാവരും കൃത്യമായി പങ്കെടുത്ത ഭാരവാഹികൾ അതിൽ ഒപ്പ് രേഖപ്പെടുത്തണം. അതിന്റെ അടിയിൽ യൂണിറ്റിന്റെ ജനറൽ സെക്രട്ടറി ഒപ്പിടണം. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതിന്റെ മറുപുറത്ത് എഴുതാം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും എഴുതണമെങ്കിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം, അത് രേഖയായിരിക്കും. ഒരു കാര്യം നമ്മൾ ഓർക്കണം, ചായ അങ്ങനെ പോയിക്കോട്ടെ. കേന്ദ്ര ഗവൺമെന്റ് ഒരു സർക്കുലർ ഇറക്കിയിട്ടുണ്ട് കഴിഞ്ഞ മാസം. എല്ലാ സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്കും ആ സർക്കുലർ പോയിട്ടുണ്ട്. എന്താണ് ആ സർക്കുലറിൽ പറഞ്ഞിട്ടുള്ളത്? ട്രേഡ് യൂണിയൻ നിയമം ഭേദഗതി ചെയ്ത് 4 കോഡുകളാക്കി മാറ്റുന്നു എന്നൊക്കെ നമ്മൾ കേട്ടിട്ട് കുറെ കാലമായി. എന്നാൽ അതിനേക്കാൾ വലിയ ഒരു ഭീഷണി തൊഴിലാളി യൂണിയൻ പ്രവർത്തകരായ നമ്മുടെ തലക്ക് മുകളിലുണ്ട്. എന്തെന്ന് വെച്ചാൽ എല്ലാ ട്രേഡ് യൂണിയനുകളുടെയും വെരിഫിക്കേഷൻ നടക്കാൻ പോകുന്നു. ട്രേഡ് യൂണിയനുകൾ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന സംഘടനകളാണ്. രജിസ്റ്റർ ചെയ്ത സംഘടനകൾ അവരുടെ അഫിലിയേഷൻ പുതുക്കുന്നുണ്ടോ, വാർഷിക റിട്ടേൺ നൽകുന്നുണ്ടോ, രജിസ്ട്രേഷൻ പുതുക്കുന്നുണ്ടോ, പ്രവർത്തിക്കുന്നുണ്ടോ, ആ സംഘടനയിൽ അംഗങ്ങൾ യഥാർത്ഥത്തിൽ ഉണ്ടോ, പ്രവർത്തനമുണ്ടോ എന്നത് സംബന്ധിച്ച് ഒരു വെരിഫിക്കേഷൻ നടക്കാൻ പോവുകയാണ്. എവിടെയാണ് വെരിഫിക്കേഷൻ നടക്കുക? ട്രേഡ് യൂണിയനുകളുടെ യൂണിറ്റുകളിൽ, അതിന്റെ ജില്ലാ ഓഫീസുകളിൽ, സംസ്ഥാന സെന്ററിൽ, അവിടെയൊക്കെ ലേബർ ഉദ്യോഗസ്ഥന്മാർക്ക് പരിശോധന നടത്താൻ ഉദ്യോഗസ്ഥന്മാർക്ക് കയറി വരാവുന്നതും നമ്മളോട് രേഖകൾ ആവശ്യപ്പെടാവുന്നതുമാണ്. അങ്ങനെ ആവശ്യപ്പെടുമ്പോൾ ആ രേഖകൾ കൃത്യമായി പരിശോധനാ ഉദ്യോഗസ്ഥന്റെ മുന്നിൽ സമർപ്പിക്കാൻ നമ്മൾ ബാധ്യസ്ഥപ്പെട്ടു. അതിന് നമ്മുടെ കയ്യിൽ രേഖയുണ്ടോ, യൂണിറ്റുകളുടെ കയ്യിൽ മിനിറ്റ്സ് ഉണ്ടോ, അതോ ഒരു സഞ്ചി മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ 10-30ഓളം ഫെഡറേഷനുകൾ ഉണ്ടെങ്കിലും പല മണ്ഡലങ്ങളിലും 1, 2, 3 ഫെഡറേഷനുകളിൽ ഒതുങ്ങുന്ന ഒരു പ്രവർത്തനമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ 10 ഫെഡറേഷനുള്ള മണ്ഡലം പഞ്ചായത്തുകൾ ഉണ്ടാവും. നമ്മുടെ കരുത്തനായ സ്വതന്ത്ര തൊഴിലാളി യൂണിയന്റെ ജില്ലാ പ്രസിഡന്റ് VK തങ്ങൾ അവർകളാണ്. അദ്ദേഹത്തിന് ഞാൻ എൻ്റെ സ്വന്തം പേരിലും ഈ പരിപാടിയുടെ പേരിലും ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ചടങ്ങ് ഔപചാരികമായി